ഞാൻ പറയുന്ന മറ്റൊരു ഇസ്ലാമിക സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് ഇപ്പൊ ഇസ്ലാമിനെ സംബന്ധിച്ച് ഖുർആൻ ഭയങ്കര ഒരു സംഭവമാണ്. അതിനകത്ത് പറയുന്നത് പോലെ അവർ ചെയ്യുക, പ്രവർത്തിക്കുക, കോണ്ടെക്സ്റ്റ് പോലും നോക്കേണ്ട കാര്യമില്ല. ചില സമയങ്ങൾ എക്സ്ട്രീം ആയി പോകാറുമുണ്ട്. അതുപോലെ നൂലെ കെട്ടി ഇറങ്ങിയതാണെന്ന് ബൈബിൾ എന്ന് പറഞ്ഞ് കരുതി യേശുവിനേക്കാൾ ഒരു അമിത പ്രാധാന്യം ഈ പെന്തക്കോസുകാർ ഇത് കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ മനസ്സിലാക്കിയത് എന്തെങ്കിലും തെറ്റ് പാസ്റ്റർക്ക് കാണാനുണ്ടോ, അല്ലെ പറയാനുണ്ടോ? അങ്ങനെയല്ല എന്ന് ഉണ്ട്. അതായത് അത് ഇസ്ലാമിന്റെ ആവിർഭാവത്തിന് ശേഷമാണ്. ഇസ്ലാം ഖുർആനെ കാണുന്ന രീതിയിൽ ക്രിസ്ത്യാനികളല്ല, ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ബൈബിളിനെ കാണാൻ തുടങ്ങി. പക്ഷെ സഭയെ സംബന്ധിച്ച് സഭയ്ക്ക് അധികാരമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. ഇപ്പൊ പരിശുദ്ധ സഭ പറയാണ് ഈ ബൈബിളിന്റെ ആവശ്യം ഇനി ഇല്ല, ഇത് ഇനി ആരും വായിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് സ്വർഗം അപ്രൂവ് ചെയ്തിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ബൈബിൾ വായിക്കുക എന്ന് പറഞ്ഞ് വിഘടിത വിവാഹക്കാരൻ നടന്നിട്ട് ഒരു കാര്യമില്ല. ഓൾ അതോറിറ്റി ഇൻവെസ്റ്റഡ് വിത്ത് ചർച്ച്. സഭയ്ക്കാണ് അധികാരമുള്ളത്, സഭ ഏൽപ്പിച്ചിരിക്കുകയാണ്. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഓർഗാനിസം ആണ്, കർത്താവിന്റെ തന്നെ ഭാഗമാണ്. കർത്താവ് അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർപ്പാപ്പയുടെ എൻസൈക്കിൾസ്, ചാക്രിക ലേഖനങ്ങൾ, അത് ബൈബിളിന് തുല്യ പ്രാധാന്യമുള്ളതാണ്. കാരണം കർത്താവിന്റെ ജീവനുള്ള സഭയുടെ ഡിക്രിയാണ് വരുന്നത്. ഇത് മജിസ്റ്റീരിയം ഓഫ് ദി ചർച്ചിൽ നിന്ന് വരുന്ന ഡിക്രി എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ വചനത്തിന് തുല്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഒരു ഡെഡ് ഓർഗനൈസേഷൻ അല്ല ചർച്ച്. 2000 വർഷം മുമ്പുള്ള ഒരു പുസ്തകം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ കാര്യം തീരുമാനിക്കാൻ ഇന്ന് ഇവിടെ സഭയുണ്ട്. അതിനെയാണ് അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നത്. ആ അപ്പോസ്തോലിക അധികാര സഭയിലാണുള്ളത്. അതുകൊണ്ട് എല്ലാ തരത്തിലും അധികാര സഭയ്ക്കാണ് ഉള്ളത്. അതുപോലെ ഈ പെന്തക്കോസ് ആളുകൾക്ക് എന്തുകൊണ്ടായിരിക്കും ഈ മാതാവിനോടും, താങ്കൾ പറഞ്ഞു കാണുമായിരിക്കും, എനിക്ക് തോന്നുന്നത് അഡ്രസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതായത് എന്തുകൊണ്ടായിരിക്കും മാതാവിനോടും സഭയോടും ഒരു അതിഭയങ്കരമായ വെറുപ്പോ പകയോ പ്രഥമദൃഷ്ടിയ കാണുന്നത് എന്തുകൊണ്ടായിരിക്കണം? എന്തായിരിക്കണം ഇതിന്റെ പിന്നിൽ? ഇവർക്കൊരു വെറുപ്പുണ്ട്. ഇവർ സ്നേഹത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ അതേ വാക്കുകൊണ്ട് ഇവർ ശപിക്കാനും ശാസിക്കാനും അവരോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്നതായിട്ടൊരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതെന്തായിരിക്കും? അത് ഞാൻ വളരെ വളരെ സിമ്പിൾ ആണ്. കാരണം ആ സർപ്പത്തിന് ആ സ്ത്രീയോടും സ്ത്രീ പ്രസവിച്ച ആൺകുട്ടിയോടും വലിയ വെറുപ്പുണ്ടായി എന്ന് വെളിപ്പാട് പുസ്തകം 12 കാണാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തേർക്കും, അവർ തമ്മിലുള്ള ശത്രുത്വം വർദ്ധിക്കും. അപ്പൊ സ്ത്രീയോടും സ്ത്രീയുടെ സന്തതിയോടുമാണ് സർപ്പത്തിന് പോരാട്ടമുള്ളത്, അല്ലാതെ ഇവരോടല്ല പോരാട്ടം. സ്ത്രീയോടും സ്ത്രീയുടെ സന്തതിയോടുമാണ് സർപ്പത്തിന് യുദ്ധമുള്ളത്. അപ്പൊ സ്ത്രീയുടെ സന്തതിയായി കാലസമ്പൂർണ്ണം വന്നപ്പോൾ യേശു തമ്പുരാൻ വന്നു, ഗലാത്യർ 4:4. സ്ത്രീയുടെ സന്തതി എന്ന നിലയ്ക്കാണ് ഈ ഹ്യൂമാനിറ്റി, മനുഷ്യവർഗത്തിലെ യേശുക്രിസ്തുവിന്റെ അഡ്രസ് എന്നതാണ്. സ്ത്രീയുടെ സന്തതി എന്നുള്ള അല്ല വേറെ അഡ്രസ് ഒന്നും. അപ്പൊ സ്ത്രീയുടെ സന്തതിയായ യേശുവിനോട് സർപ്പത്തിനുള്ള പോരാട്ടമാണ്. അപ്പൊ സർപ്പത്തിന്റെ സന്തതികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഇവര് സർപ്പസന്തതികളാണ്. നിനക്ക് നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിലാണ് ശത്രുത. അപ്പം അതുകൊണ്ട് അമ്മയുടെ മക്കളായ ക്രിസ്ത്യാനികളാണ്. അപ്പൊ അമ്മയുടെ മക്കളായിട്ടിരിക്കുന്നവരെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മാമോദിസ കൊടുക്കുമ്പോൾ അമ്മയുടെ മക്കളാകുക. ഈ അമ്മയുടെ മക്കളോട് സർപ്പത്തിന്റെ മക്കൾക്ക് ഒരു വൈരാഗ്യവും വെറുപ്പും കാണും. ആ പിണക്കമാണ് ഈ കാണുന്നത്. ഈ ദാവീദിന്റെ ഗോത്രമായിട്ട് കന്യാമറിയം എങ്ങനെ ബന്ധപ്പെട്ടു എന്നൊരു സുഹൃത്തൻ, എനിക്ക് ഇതിന്റെ ഉത്തരം അറിയാം. പക്ഷെ ഒരു സുഹൃത്ത് എന്നോട് താഴെ SMS ചെയ്ത് ചോദിച്ചു, ഒന്ന് പാസ്റ്ററോട് ചോദിച്ചിട്ട് പാസ്റ്ററുടെ മറുപടി കിട്ടണമെന്ന്. അതൊന്ന് പാസ്റ്റർ ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മറിയം യഹൂദ ഗോത്രത്തിൽ അഥവാ ദാവീദിന്റെ ഗോത്രത്തിലാണ് മറിയം ഉള്ളത്. അങ്ങനെ മറിയത്തിന്റെ മകൻ എന്ന് പറയുമ്പോൾ ദാവീദ് ഗോത്രത്തിലായി. അതിന് തന്നെ സംശയം തോന്നുന്നു. പിന്നെ ഏലിശബ ചാർച്ചക്കാരിയാണ്, ലേവ്യ ഗോത്രത്തിലാണ് ഏലിശബ. ചാർച്ചക്കാരി ലേവ്യ ഗോത്രത്തിലേക്ക് വിവാഹം ചെയ്യാൻ പാടില്ലെന്ന് നിയമമില്ല. ലേവ്യ ഗോത്രക്കാർക്ക് ഏത് ഗോത്രത്തിലുള്ളവരെ വിവാഹം ചെയ്യാമായിരുന്നു.